അയ്യോ, ഫ്രോഡ്. എന്റെ കൃഷ്ണ. താങ്ക് യു സർ. ഹലോ സർ. ഫോട്ടോസ് കണ്ടല്ലോ. നിങ്ങൾ EMI അടച്ചില്ല, പിഴപ്പലിശയും അടച്ചില്ല. ഞാൻ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തതുമില്ല, കട്ട് ചെയ്യുക ചെയ്തത്. അതുകൊണ്ടാ ഫോട്ടോസ് അയച്ചത്. ഇതേ വെറും ടെസ്റ്റ് ഡോസാ. ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നതല്ല സർ. ഞാൻ തിരക്കിൽ നിന്നപ്പോഴാ സാറ് വിളിച്ചത്, അതുകൊണ്ടാ കട്ട് ചെയ്ത്. ഞാൻ തിരിച്ചു വിളിക്കാൻ പോകുമ്പോഴാ സാറ് ഫോട്ടോസ് അയച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറും ടെസ്റ്റ് ഡോസാ. ഞങ്ങളെ ചീറ്റ് ചെയ്യാൻ നോക്കിയ മാഡത്തിന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും മാഡത്തിന്റെ ഫോട്ടോസ് ഞങ്ങൾ അയച്ചു കൊടുക്കും. ഇതുപോലുള്ള ഫോട്ടോസ് അല്ല, മോർഫ് ചെയ്ത നല്ല അസല് ഫോട്ടോസ്. ഞാൻ ഉദ്ദേശിച്ചത് മാഡത്തിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അയ്യോ, അങ്ങനൊന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, കോള് ഞാൻ മനഃപൂർവ്വം കട്ട് ചെയ്തതല്ല. മാഡം ഒന്നും പറയണ്ട. മാഡത്തിനെ പോലെ കുറെ എണ്ണത്തിനെ ഞങ്ങൾ ദിവസവും കാണുന്നതാ. ലോൺ എടുക്കാൻ കാണിക്കുന്ന താല്പര്യം തിരിച്ചടയ്ക്കാൻ കാണിക്കില്ല. എത്രയും പെട്ടെന്ന് പലിശയും പിഴപ്പലിശയും അടക്കം 15,000 രൂപ തിരിച്ചടയ്ക്കണം. തിരിച്ചടച്ചില്ലെങ്കിൽ മാഡത്തിന് പിന്നെ മാഡത്തിന്റെ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഫ്രണ്ട്സിന്റെയും മുന്നിൽ തല ഉയർത്തി നടക്കാൻ പോലും കഴിയില്ല. ഹലോ ഹലോ സർ, 15,000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കാന്? എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും എന്നോട് പെർമിഷൻ വാങ്ങണമെന്ന് അയാളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അയാളുടെ തന്നിഷ്ടം ആഡംബരവും ഈ കമ്പനിയിൽ നടക്കില്ല. ഞാൻ അയാളെ ഇവിടെ വിളിച്ചു വരുത്താം, പ്രിയനെ വിളിക്കാം. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ അയാളോട് ചോദിക്കാം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറയണം. പ്രിയൻ, ഇവര് പറയുമ്പോഴാ ഞാൻ അറിയുന്നത്. അയാൾ പറയുന്ന കേട്ടെന്തിനാ പ്രിയൻ നേരെ ഗോഡൌണിലേക്ക് പോയത്? ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അയാളാണോ? പ്രിയൻ എന്തുകൊണ്ട് ഇത് എന്നോട് പറഞ്ഞില്ല? എനിക്കിതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പ്രിയൻ. കരുണാകരൻ സാറിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. സർ, കരുണാകരൻ സാറിനെ വിളിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് സാറൊന്ന് കേൾക്കണം. പറയ്. മോഹനും ജയന്തിയും പാറും ഒന്നും പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് സാറിന്റെ മുന്നിൽ പരാതിയുമായിട്ട് വന്നത്. ഇവർ പറയുന്നൊന്നും സാറ് സീരിയസ് ആയിട്ട് എടുക്കരുത്. എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല? മോഹൻ, മിണ്ടാതിരിക്കും. നീ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും. നിന്റെ തലയിൽ ആരെങ്കിലും കൂടം കൊണ്ട് അടിച്ചാൽ അതും നീ പോസിറ്റീവായിട്ട് എടുക്കും. ഞാൻ നിന്നെ പോലെ മഹാത്മാവോ ശുദ്ധനോ ഒന്നുമല്ല. അന്യായമായി ഒരാളുടെ മെക്കിട്ട് കയറുന്നത് എന്റെ കണി തെറ്റ് തന്നെയാ. നീ എത്ര പോസിറ്റീവായിട്ട് എടുത്താലും കരുണാകരൻ സാർ നിന്നോട് ചെയ്തത് തെറ്റ് തന്നെ, പോക്കൃതനം തന്നെ. എടാ മോഹൻ, വേണ്ട പ്രിയ, ഈ കാര്യത്തിൽ ഞാനും മോഹന്റെ സൈഡ് തന്നെയാ. കരുണാകരൻ സാർ നിന്നോട് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു തന്നെയാ കൈലാഷ് സാറിന്റെ അഭിപ്രായം. ഈ കമ്പനിയിൽ അയാളെ ന്യായീകരിക്കുന്ന ഒരേ ഒരാൾ പ്രിയൻ മാത്രം. ന്യായീകരിക്കല്ല ജയന്തി. ഒരാളൊരു നല്ല കാര്യം ചെയ്താ നല്ലതാണെന്ന് പറയണ്ടേ? അയാൾ ചെയ്തത് നല്ല കാര്യമാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇത്രയും കാലം ഈ കമ്പനിക്ക് വേണ്ടി മാട് പോലെ പണിയെടുത്ത നിന്നെ ഗോഡൌണിലേക്ക് മാറ്റിയതാണോ അയാൾ ചെയ്ത നല്ല കാര്യം? എടാ മോഹൻ, നീ മിണ്ടരുത്. ഞാൻ പറഞ്ഞു തീരുന്നത് വരെ നീ ഒരു അക്ഷരം മിണ്ടരുത്. ഫംഗ്ഷന്റെ അന്ന് PKR സാർ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഈ കമ്പനി കെട്ടിപ്പൊക്കിയത് സാറിന്റെ ബുദ്ധിയും പണവും ഉപയോഗിച്ചാണെന്ന്. പക്ഷേ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ഈ കമ്പനി വളരാൻ കാരണം നമ്മുടെയൊക്കെ വേർപ്പാ. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ കരുണാകരൻ സാർ ഏതോ ഒരുത്തനെ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് നിന്റെ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചാൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കണോ? അതാണോ അയാൾ ചെയ്ത നല്ല കാര്യം? മോഹൻ പറഞ്ഞത് തന്നെ എന്റെ അഭിപ്രായം. കരുണാകരൻ സാർ ചെയ്തത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. സർ, ഒരു മിനിറ്റ്. മോഹനും ജയന്തിയും എന്നെ പറയാൻ അനുവദിച്ചില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് സാർ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ഇപ്പം നടന്ന ഈ പ്രവൃത്തി തെറ്റാണെന്ന് ഇവര് പറയാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് ചെയ്തത് കരുണാകരൻ സാർ ആയതുകൊണ്ട്. പ്രിയൻ ഗോഡൌണിന്റെ ചുമതല ഏൽക്കണമെന്ന് പറഞ്ഞത് കൈലാഷ് സാർ ആയിരുന്നെങ്കിൽ ഇവിടെ ആർക്കും ഒരു പരാതി ഉണ്ടാവുമായിരുന്നില്ല. കൈലാഷ് സാർ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ.
ജയന്തി, എന്നെ പറയാനൊന്ന് അനുവദിക്ക്. സർ, ഇത്രയും കാലം ഗോഡൌൺ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് രഘുവ. സ്ത്രീ വിഷയത്തിൽ രഘു ചെറ്റയായിരുന്നെങ്കിലും ജോലിയുടെ കാര്യത്തിൽ അവൻ പെർഫെക്റ്റ് ആയിരുന്നു. പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം സൂക്ഷിക്കുന്നത് ഗോഡൌണില്. ക്വാളിറ്റി ചെക്കിംഗ് കഴിഞ്ഞാൽ ഡ്രസ്സ് സൂക്ഷിക്കുന്നതും അവിടെ തന്നെയാണ്. വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്നത് അവിടെയാ. എന്നുവെച്ചാൽ ഈ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ കിടക്കുന്നത് ഗോഡൌണില്. അതുകൊണ്ട് തന്നെ ഗോഡൌൺ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ കമ്പനിയുടെ അടിത്തറ തന്നെ ഇളകും. ലാഭത്തിൽ പോകുന്ന കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. ശരിയല്ലേ സർ? ഈ കമ്പനിയെക്കുറിച്ച് എല്ലാം അറിയുന്ന എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ തന്നെ വേണം ഗോഡൌൺ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതുകൊണ്ടാ കരുണാകരൻ സാറ് എന്നെ ആ ജോലിയിലേക്ക് മാറ്റിയത്. മോഹൻ, ഇനി പറ, ജയന്തിയും പാറുവും പറ, കരുണാകരൻ സാർ ചെയ്തത് തെറ്റാണോ? സർ, ഇത്രയും കാലം സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തിരുന്ന എന്നെ ഒരു കാരണവും പറയാതെ ഗോഡൌണിലേക്ക് മാറ്റിയത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അത് എന്നോടുള്ള സ്നേഹം കൊണ്ട്. പക്ഷേ ഒരു പ്രൊഡക്ഷൻ ചീഫിന് എല്ലാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ലല്ലോ. എന്നെ വിശ്വസിച്ചേൽപ്പിച്ച പുതിയ ജോലി എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഭംഗിയായിട്ട് ചെയ്യും. എനിക്കൊരു പരാതിയില്ല സർ, ഞാൻ ഹാപ്പിയാണ്. എന്റെ സ്ഥാനത്ത് വന്ന പുതിയ സൂപ്പർവൈസർ എന്നെക്കാളും ഭംഗിയായിട്ട് ആ ജോലി ചെയ്യുമെന്ന എന്റെ വിശ്വാസം. സാറ് ഇത്രയും കാലം എനിക്ക് നൽകിയ സപ്പോർട്ട് ഇനി മുതൽ നന്ദന് നൽകണം. ഒരു ഈഗോയും ഇല്ലാതെ എല്ലാ ചേഞ്ചസും കമ്പനിയുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് അംഗീകരിക്കാൻ പ്രിയന് മാത്രമേ കഴിയൂ. കീപ് ഇറ്റ് അപ്പ് പ്രിയൻ. താങ്ക് യു സർ. ഇനി ഇതുപോലുള്ള നിസാര കാര്യങ്ങൾക്ക് കൈലാഷ് സാറിനെ ബുദ്ധിമുട്ടിക്കരുത്. പോയി ജോലി ചെയ്യ്. പറു, നിനക്കെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ മോഹൻ ചേട്ടനും ജയന്തി ചേച്ചിയും കേൾക്കോ? അവര് നിർബന്ധിച്ചോണ്ട് മാത്രാ ഞാൻ വന്നത്. പക്ഷേ മോഹനും ജയന്തിയും പറഞ്ഞത് കണ്ണുടച്ച് തള്ളിക്കളയാനൊന്നും പറ്റില്ല. കുറച്ചു ദിവസം കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ. പുതിയ സൂപ്പർവൈസർ ഈ കമ്പനിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അയാളെ ഗോഡൌണിലേക്ക് മാറ്റിയിട്ട് പ്രിയനെ സൂപ്പർവൈസർ ആക്കാം. കുറെ ജോലിയുണ്ട് സർ. പറു, വരും. ഒരു ഉപയോഗമില്ലാത്ത ഇതൊക്കെ ഗോഡൌണിൽ സൂക്ഷിച്ചിട്ട് എന്താ പ്രയോജനം? തൽക്കാലം ഇവിടെ കിടക്കട്ടെ. ചേട്ടാ, അയ്യോ സോറി, ഞാൻ കണ്ടില്ല. പാറു ഇവിടെ ഉള്ളത് ഞാൻ അറിഞ്ഞില്ല. ചേട്ടാ, ഞാൻ ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ് പാറു. നീ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ മനഃപൂർവ്വം കയറി വന്നാണെന്ന് നീ പറഞ്ഞാലോ? ഞാൻ തെമ്മാടിയല്ലേ? ഞാൻ എന്റെ അനുഭവം വെച്ചിട്ടാ പറയുന്നത്. ഇതിനു മുമ്പും ഇതേ റൂമിൽ വെച്ച് നമ്മൾ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഞാനത് മനഃപൂർവ്വം ചെയ്താണെന്നാ പാറു അന്ന് പറഞ്ഞത്. വേറെ അനുഭവമുണ്ട്. ഫംഗ്ഷന്റെ അന്ന് സ്റ്റോർ റൂമിൽ വെച്ച്, ഓർമ്മയില്ലേ? കറണ്ട് പോയപ്പോ ഞാൻ മനഃപൂർവ്വം നിന്നോട് തെമ്മാടിത്തരം ചെയ്തു എന്നല്ലേ നീ പറഞ്ഞത്? ഇനിയും ചീത്തപ്പേര് കേൾക്കാൻ എനിക്ക് വയ്യ. അതിനൊക്കെ ഞാൻ സോറി പറഞ്ഞില്ലേ? എന്നിട്ടും പ്രിയൻചേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും എന്നോട് ദേഷ്യം ഉണ്ടല്ലേ? അയ്യോ, കരയാണോ? ഒരു തമാശ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ പാറു? ഇതുപോലുള്ള തമാശകളൊന്നും പറയണ്ട. അതൊന്നും ഓർക്കാൻ പോലും എനിക്കിഷ്ടല്ല. ഇതാരാ തുറന്നിട്ടത്? അയ്യോ, വാതിലാരെ പുറത്തുനിന്ന് പൂട്ടിയേ? സെക്യൂരിറ്റി ചേട്ടാ, സെക്യൂരിറ്റി ചേട്ടാ, സെക്യൂരിറ്റി ചേട്ടാ, ആരെങ്കിലും വന്ന് വാതിൽ തുറക്ക്. സെക്യൂരിറ്റി ചേട്ടാ, ഇതിനകത്ത് ആളുണ്ടെന്ന്. അയ്യോ, തുറക്കുന്നില്ലല്ലോ. നമ്മൾ എന്താ ചെയ്യാ? അയ്യോ, കറണ്ടും പോയല്ലോ.